صباح الخير. كيف الحال؟ كيف الحال؟ زين زين الحمد لله. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3-ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അല്ലേ? ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. നമുക്ക് ആദ്യം എന്താണ് ചർച്ച ചെയ്യേണ്ടത്? മവാരിദുൽ മിയാ, വെള്ളത്തിൻ്റെ ഉറവിടങ്ങൾ. നമുക്ക് വെള്ളം എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? സ്ഥലങ്ങളുടെ പേരൊക്കെ നമ്മൾ അറബിയിൽ പഠിച്ചതാണ്. അപ്പോൾ ടീച്ചറുടെ ഓരോ പിക്ചറായിട്ട് കാണിക്കും, നിങ്ങളതിൻ്റെ പേരുകൾ പറയണം. മഹാദ, ഇതെന്താണ്? നമ്മൾ മിനൽ ജബലി ഇലൽ ബഹരി, മലയിൽ നിന്നും കടലിലേക്ക് എന്നുള്ള പാഠത്തിൽ ഫസ്റ്റ് മലയിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നു അല്ലേ? അരുവി. ഈ അരുവിക്ക് എന്താണ് അറബിയിൽ പറയുക? നമ്മൾ പഠിച്ചതാണ്. എന്താണ്? എന്താണ് പറഞ്ഞോ? ഐന് അല്ലേ? ഐന് വേറൊരർത്ഥം കൂടി ഉണ്ട്, അറിയുമായിരിക്കും, കണ്ണ് അല്ലേ? ഐന്, അരുവി കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് അരുവി. അടുത്ത പിക്ചർ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തത് എന്താണ്? മലയുടെ മുകളിൽ നിന്ന് അരുവിയായി വന്നു, പിന്നെ തോട് അല്ലേ? തോടിനെന്താ പറയുക അറബിയിൽ? എന്താന്ന് പറഞ്ഞോ? എന്താണ് പറയുക? ജദ്വൽ. അപ്പോൾ ഐന് ജദ്വൽ, തോടായി അല്ലേ? ഐന് ജദ്വലായി മാറി. പിന്നെ അതിന് ജദ്വലെല്ലാം ചേർന്നിട്ട് എന്താവുക? എന്താണ്? പറഞ്ഞോ എന്താണ്? ഇതാ ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ട്. എന്താ മഹാദ? ജദ്വലൊക്കെ ചേർന്നത് എവിടേക്കാണ്? നെഹ്ർ അല്ലേ? പുഴ. അപ്പോൾ ഐന് ജദ്വല് നെഹ്ർ. അടുത്തത് നെഹ്ർ. കുറേ നെഹ്റുകളൊക്കെ എവിടേക്കാണ് ചെന്നെത്തുക? ഇതെവിടെ ചിത്രത്തിൽ കാണുന്നതാ? പറഞ്ഞോ എവിടേക്കാണ്? ബഹർ അല്ലേ? ബഹറിലേക്കാണ് നെഹ്റുകളൊക്കെ ചെന്നെത്തുക. അപ്പം നമുക്ക് എന്തൊക്കെ മവാരിദുൽ മിയാ പഠിച്ചു? ആദ്യം ഐന്, ജദ്വല്, നെഹ്ർ, ബഹർ. അടുത്തത് ഏതാ ഇവിടെ ചിത്രത്തിൽ കാണുന്നത്? അതെല്ലാവർക്കും അറിയാം അല്ലേ? അതിൻ്റെ അറബിയിൽ എന്താ പറയുക? ബിഇർ. നമ്മളൊക്കെ വീട്ടിലൊക്കെ ഇല്ലേ? ബിഇർ. അടുത്തത് എന്താണെന്നറിയോ? ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? അണക്കെട്ടാണല്ലേ? അത് നമ്മുടെ ഒരു മവാരിദുൽ മിയാ ആണ്. അപ്പം അതിനെന്താ അറബിയിൽ പറയുക? എന്താണ്? സദ്. സദ്. ഈ മവാരിദുൽ മിയാൻ്റെ പേരൊക്കെ നിങ്ങൾ ഒന്നെല്ലാവരും ഓർത്തെടുക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഐന്, ജദ്വൽ, നെഹ്ർ, ബഹർ, ബിഇർ, സദ്. ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് ഓർത്തെടുത്തില്ലേ? അങ്ങനെ വെള്ളമൊക്കെ നനച്ച് നമ്മുടെ ശംഭു കൃഷി ചെയ്തൊക്കെ ഓർമ്മയില്ലേ? ഒരുപാട് ഹലറാവാത്തുകളും ഒരുപാട് ഫവാക്കിഹൊക്കെ നമ്മുടെ ശംഭുവിൻ്റെ തോട്ടത്തിലുണ്ടായി അല്ലേ? അങ്ങനെ നമ്മൾ ഒരുപാട് ഹലറാവാത്തിൻ്റെ പേരുകൾ പഠിച്ചു. ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ ഒരുപാട് ഹലറാവാത്ത് കാണുന്നുണ്ട്. ഇനി നമ്മൾ പഠിച്ച ഹലറാവാത്തുകളെ നമുക്ക് ഓരോന്നായി ഓർത്തെടുക്കാം. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് അയ്യോ ഹലറാവാത്ത്. ഇഷ്ടമാണോ? ഈ ചിത്രത്തിൽ കാണുന്ന ഹലറാവാത്ത് ഇഷ്ടമാണോ? ഇതിൻ്റെ പേരെന്താ? ബാമിയ. എന്താണ്? ബാമിയ. എല്ലാവരും ഒന്ന് ടീച്ചറുടെ കൂടെ പറഞ്ഞേ, ബാമിയ. ഇതേത് ഹലറാവാത്താണ്? നല്ല സുന്ദരിയായ ഒരു ഹലറാവാത്ത്. ഏതാണിത്? ഇതാണ് ത്വമാത്തിം അല്ലേ? ഇതിൻ്റെ പേരെന്താ? ത്വമാത്തിം. ഇംഗ്ലീഷിൽ ടൊമാറ്റോ, അറബിയിൽ ത്വമാത്തിം. അത് ഓർമ്മിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അടുത്ത ഹലറാവാത്ത് ഇതാരാ? ഈ ഹലറാവാത്ത് ഓർമ്മയുണ്ടോ? ഇഷ്ടമാണോ ഈ ഹലറാവാത്ത്? ഇതിന് അറബിയിൽ എന്താ പറയുക?
എന്താ? ഖിയാർ. എന്താ പറയുക? ഖിയാർ. പേരുകളൊക്കെ ഓർമ്മയില്ലേ? ഖിയാർ. നമുക്ക് അടുത്തത് നോക്കാം. ഇതേതാന്ന്? ഇതിൻ്റെ പേരെന്താണ്? വറവക്കാക്കലില്ലേ? ഇതിൻ്റെ വറവൊക്കെ ഇഷ്ടമാണോ? പയർ. എന്താ അറബിയിൽ പറയാ? അദസ്. അയിനാണ് അദസ്. പറഞ്ഞ ടീച്ചർ കൂടെ അദസ്. അടുത്തത് ഏതാ മക്കളെ? ഈ സാധനം ഇഷ്ടമാണോ? ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? എന്താ ഇതിന് അറബിയിൽ പറയുക? ഫുൽ. എന്താണ്? ഫുൽ. രണ്ടക്ഷരേ വേണ്ടു അല്ലേ? ഫുൽ. അടുത്തത് എന്താണ് മക്കളെ? ഇതെന്താ? മഹാദ. പറഞ്ഞോ. ബാദിഞ്ചാൻ അല്ലേ? ബാദിഞ്ചാൻ. നമ്മൾ മലയാളത്തിൽ വഴുതിന, ഇംഗ്ലീഷിൽ ബ്രിഞ്ചാൾ, അറബിയിൽ ബാദിഞ്ചാൻ. എല്ലാം കുറച്ചൊരു സാമ്യമുള്ള പേരുകളാണ്. ഓർത്ത് വെക്കുക, ബാദിഞ്ചാൻ. അതുപോലെ വേറെയും കുറച്ച് പച്ചക്കറികളുടെ പേരും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വന്ന പച്ചക്കറികളുടെ പേരുകളാണ് ടീച്ചർ ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ഓക്കെ, ഇതുപോലെ ഒരുപാട് പഴങ്ങളുടെ പേരും നമ്മൾ 1-ാം ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ മറിച്ച് നോക്കുക. വേറെന്താ നമ്മൾ പഠിച്ചത്? എന്താണ് ഇതാ ഇവിടെ ചിത്രത്തിൽ കാണുന്നത്? നെക്തഷിഫുൽ മസ്കന അല്ലേ? മസാക്കിനുകളുടെ പേര്, ഓരോ ജീവികളും അതിൻ്റെ മസ്കനുകളുടെ പേര്. ഒന്നാമത്തത് എന്താണ്? ബബുഗാഗ്. ബബുഗാഗ് എവിടെയാണ് താമസിക്കുക? ബബുഗായിൻ്റെ മസ്കൻ ഏതാണ്? തജ്വീഫ് അല്ലേ? പൊത്തിനെന്താ പറയുക? തജ്വീഫ്. അടുത്തതോ ആരാണത്? കാട്ടിലെ രാജാവ് അസദ്. അസദിൻ്റെ മസ്കൻ ഏതാ? അരീൻ അല്ലേ? അരീൻ. ആ മസ്കൻ അസദ് അരീൻ. അടുത്തതാരാണ്? സൊർബാൻ അല്ലേ? സൊർബാൻ എവിടെയാണ് താമസിക്കുക? എവിടെയാണ്? മാളത്തിലാണ് അല്ലേ? മാളത്തിന് എന്താ അറബിയിൽ പറയുക? ജുഹിർ. നാലാമതുള്ളതാരാ? നമ്മളപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആളല്ലേ? ആരാണ്? കാക്ക. ആരാ? ഉറാബ് അല്ലേ? ഉറാബ് എവിടെയാണ് താമസിക്കുക? എവിടെയാണ്? ഉഷ്. പക്ഷിക്കൂട് അല്ലേ? ഉഷ്. ഉറാബ്, ഉഷ്. അടുത്ത ലാസ്റ്റത്തെ പിക്ചർ ആരാണ്? നിങ്ങളാണോ? നിങ്ങളാന്ന് തോന്നുന്നു അല്ലേ? വലത് എവിടെയാണ്? എവിടെയാണ്? അന്ന് മുകളിലതാ വലത് ബൈത്ത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമ്മളൊന്നും ഓർത്തെടുത്തില്ലേ? എല്ലാവർക്കും അറിയാം അല്ലേ? ഒന്ന് ജസ്റ്റ് ടീച്ചറെ ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മവാരിദുൽ മിയാഹ് അല്ലേ? വെള്ളത്തിൻ്റെ ഉറവിടങ്ങൾ. അത് നമ്മൾ ഓരോന്നും എണ്ണി പറഞ്ഞു. പിന്നെ ഖൽറാവാത്തുകളുടെ പേര് പഠിച്ചു. വേറെന്താ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്? മസ്കൻ അല്ലേ? മസാക്കിനുൽ ഹയവാനാത്ത്, ജീവികളും അതിൻ്റെ കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതുക. മവാരിദുൽ മിയാഹ്, ഖൽറാവാത്ത്, മസാക്കിനുൽ ഹയവാനാത്ത്. ക്ലാസ് നിർത്തിയാണ്. ഓക്കേ, ശുക്രൻ.